ഹായ് ലീഡേഴ്സ്, നമസ്കാരം. നമ്മളെ അൾട്രാ സ്ക്രബ് ഉണ്ടല്ലോ, വെസ്റ്റീജിൻ്റെ അൾട്രാ സ്ക്രബ്, അത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ള ഒരു ഡെമോ ആണ് ഞാനിവിടെ കഴിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ അൾട്രാ സ്ക്രബ് ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഒരു കഴിയാനായതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അൾട്രാ സ്ക്രബ് ഡൈല്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് കൂടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വേറൊരു കുപ്പി ഉണ്ടല്ലോ, ഇത് അൾട്രാ സ്ക്രബിൻ്റെ ഒഴിഞ്ഞൊരു കുപ്പിയാണ്. ആ ഒഴിഞ്ഞൊരു കുപ്പിയിൽ ഞാൻ ഇത്രമാത്രം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇത്ര വെള്ളം എടുത്തിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൊഡക്റ്റിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമ്മൾ പ്രൊഡക്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിങ്ങനെ 1-2 പ്രാവശ്യം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ട് മേലോട്ടായിട്ട് ഇങ്ങനെ മുറുകാത്തത് കൊണ്ടാണ് പുറത്ത് വന്നത്. നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ ഡൈല്യൂട്ട് ആവുന്നുണ്ടാവും. ഇങ്ങനെ ഇതിപ്പോൾ ഒരു ഡൈല്യൂട്ടായി. ഇതേ നമുക്ക് ഈ ഒരു ബോട്ടിൽ കൊണ്ട് ഒരു 20 ബോട്ടിൽ ഇതേപോലെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കട്ടോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പോഞ്ച് ഇട്ടിട്ട് അതിലേക്ക് 1-2 തുള്ളി എത്തിച്ചിട്ട് നല്ലപോലെ ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള ഒരു സ്പോഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ഉപയോഗിക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഒന്ന് നനച്ചിട്ട് നമ്മൾ ഈ ബോളിലേക്ക് ഇടുക. അതിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ച ഈ ഉണ്ടല്ലോ, ഡൈല്യൂട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് 1-2 തുള്ളി ഇതിലേക്ക് രണ്ട് പ്രാവശ്യം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്തായാലും നല്ല പത വരും. ഈ പത ഉപയോഗിച്ച് നമുക്ക് പാത്രം കഴിക്കാൻ വേണ്ടി കേട്ടോ. ഇങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് വളരെ ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.